സാമ്പത്തിക രംഗം പറയുമ്പോൾ ഞാൻ പറയാണ്, കടബാധ്യത വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. കടബാധ്യത, ആ കടബാധ്യതയെ കുറിച്ച് പറയുമ്പോൾ ഒരു ചരിത്രം ഓർമ്മ വരെ എനിക്ക്. ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ. അപ്പൊ ചോദിച്ചു, ഇയാൾക്ക് വല്ല കടബാധ്യതയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. 2 ദിർഹം, 2 ഒന്നെങ്കിൽ ദീനാറല്ലേ ദിർഹം, അത്രയേ ഉള്ളൂ. അതൊരു സഹാബി ഏറ്റെടുത്തതിന് ശേഷമാണ് ആ മയ്യത്ത് നിസ്കാരം നടക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിയൊന്ന് പിറ്റേന്ന്? ഇല്ലാന്ന് പറഞ്ഞു. എന്നാ വേഗം ചെന്ന് വിട്ടേന്ന് പറഞ്ഞു. ഉടനെ തന്നെ അയാൾ ചെന്ന് വിട്ടു. വെറും 2. അപ്പൊ റസൂലുള്ളാഹി പറയുന്നത്, ഇപ്പോഴാണ് ആ മയ്യത്ത് തണുത്തുകൊണ്ടിരിക്കുന്നത്. 2 ദീനാറ് കടായിട്ടുണ്ടെങ്കിൽ മയ്യത്ത് തണക്കാൻ പ്രയാസപ്പെടും, വലിയ ബുദ്ധിമുട്ടാണ്. ഷഹീദിന് കടബാധ്യത പൊറുക്കുന്നില്ല. ഷഹീദിന് എല്ലാ പാപം പുറത്തു കൊടുക്കൂ, കടബാധ്യത പൊറുക്കൂല. എത്ര ഗൗരവപ്പെട്ട കാര്യത്, എത്ര ഗൗരവപ്പെട്ട കാര്യത്, എത്ര ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മൾ അതിൽ വളരെ ജാഗ്രത പുലർത്തണം. നിര്യാണിയുടെ താഴെ നമ്മുടെ ഡ്രസ്സ് പോകാൻ പാടില്ല. ആ നിര്യാണിയുടെ താഴോട്ടുള്ളത് നരകത്തിലേക്കാണെന്ന് പറഞ്ഞു. താടി നീട്ടാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ചു, സ്വഹാബത്ത് സ്വീകരിച്ചു. 4 മദ്ഹബിന്റെ ഇമാമികൾ നമ്മളെ പഠിപ്പിച്ചു. സമൃദ്ധമായി പുരുഷന്മാര് താടി നീട്ട്, മീശ വെട്ടി ഒതുക്കുക, സ്ത്രീകൾ പറ്റുമെങ്കിൽ മുഖം മറയ്ക്കുക, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില സമയത്ത് നിർബന്ധമാവും അത്. അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ നന്നായിട്ട് സ്ത്രീകളുമായി നീ ഒറ്റപ്പെടുന്ന നിമിഷം തലയിൽ ഒരു ആണി അടിച്ചു കയറ്റുന്നതിന് തുല്യാണെന്നല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ പരമാവധി ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക.